ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്ലാമി ഗംഗ വിവാഹിതയായി. ഈ വിവാഹം അനൗൺസ് ചെയ്തത് മുതൽ ഓരോ വീഡിയോകളും വിവാദങ്ങളായിരുന്നു. ആദ്യം വിവാഹം അനൗൺസ് ചെയ്യുന്നു, അപ്പൊ തന്നെ ഈ പയ്യൻ രണ്ടാം വിവാഹം കഴിക്കുകയാണ്. ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് ആ പയ്യന് ഭാര്യയും കുട്ടിയുണ്ട് എന്നൊക്കെ ഉള്ള ഭയങ്കര ചർച്ച ചൂടുപിടിക്കുന്നു. അപ്പൊ അതുള്ള കാര്യം തന്നെയാണ്, അവർ ഡിവോഴ്സ് ആയതാണെന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു വീഡിയോയുടെ വിഷയങ്ങൾ തീരുന്നു. പിന്നെ ഓരോ തവണ വരുമ്പോഴും അവര് ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോ അല്ലെങ്കിൽ താലി എടുക്കാൻ പോകുമ്പോ ഗംഗ തന്നെ പോയിട്ട് താലി എടുക്കുന്നു, ഗംഗ താലി വെച്ച് നോക്കി എടുക്കുന്നു എന്നൊക്കെ ഉള്ളത് വിവാദങ്ങളാവുമായിരുന്നു. പിന്നെ ഗുരുവായൂർ വെച്ച് വിവാഹം നടത്തുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് കുറെ ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ വിവാഹം നടക്കുന്ന സമയത്ത് ഉമ്മ കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചർച്ച ചെയ്ത് ആളുകളൊക്കെ ഭയങ്കര വിവാദമാക്കുന്നു. അമ്പലത്തിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പാടുന്നുണ്ടോ, അലറാൻ പാടുന്നുണ്ടോ, ഇങ്ങനെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പാടുന്നുണ്ടോ, ഗുരുവായൂരിൽ റീൽസ് നിരോധിച്ചതല്ലേ എന്നൊക്കെയുള്ള പലവിധ ചർച്ചകൾ, വിവാഹ കാര്യങ്ങൾ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ ആർഭാടമായ വിവാഹമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ചടങ്ങ് പാണ്ടി നൈറ്റ് എന്തോ പറഞ്ഞിട്ടൊരു നമ്മുടെ ഹൽദിയൊക്കെ പോലെ ഒരു ചടങ്ങ് നടത്തുന്നു, പിന്നെ വിവാഹത്തിന്റെ ഒരു ചടങ്ങ് നടത്തുന്നു, പിന്നെ റിസപ്ഷൻ നടത്തുന്നു, വിവാഹത്തിന് മുൻപെന്തോ ഒരു പാർട്ടി, അങ്ങനെ ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ട് ഒരുപാട് പണം ചെലവഴിച്ചാണ് ഗംഗ ആ വിവാഹം നടത്തിയത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെയുള്ള കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഗംഗ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി, ഗൃഹപ്രവേശ ചടങ്ങ് നടത്തിയിട്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് ഗംഭീരമായിട്ട് പോയി. അപ്പൊ അതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം. ആ ഒരു വീഡിയോ വന്ന ശേഷമുള്ള ചർച്ചാ വിഷയമാണ്. ഗംഗ ആ വീട്ടിൽ പോകുന്നു. അപ്പോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പോലെയുള്ളൊരു സ്വീകരണമല്ല ഗംഗയ്ക്ക് ആ വീട്ടിൽ കിട്ടുന്നത് എന്നാണ് കമന്റ് ബോക്സിലുള്ള ആളുകൾ പറയുന്നത്. അവർ തീരെ ഒരു പ്ലസന്റ് ആയിട്ടല്ല ഗംഗയെ സ്വീകരിച്ചത്. അല്ലെങ്കിൽ ഗംഗ ദക്ഷിണ കൊടുത്ത സമയത്ത് അവിടുത്തെ മുത്തശ്ശി ചിരിച്ചില്ല. പിന്നെ അതിലെ ഏറ്റവും വലിയ അലിഗേഷൻ എന്ന് പറയുന്നത്, ആ വീട് വൃത്തിയായിട്ടല്ല വെച്ചിരിക്കുന്നത്. ഗംഗയെ പോലൊരു പെൺകുട്ടി കയറി ചെല്ലുമ്പോൾ അവർ ആ വീട് വളരെ ഭംഗിയായിട്ട് വെക്കേണ്ടതായിരുന്നു. ആ വീട് വൃത്തിയായിട്ടല്ല വെച്ചത്. ഗംഗ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഗംഗയുടെ ബെഡ്റൂമിലേക്ക് ചെല്ലുന്നത്. പക്ഷെ ആ റൂമിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ലായിരുന്നു, തലണയ്ക്ക് കവറിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കമന്റുകളാണ് കമന്റ് ബോക്സ് നിറയെ വരുന്നത്. സാധാരണ ഒരു വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ, ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരിക്കാം ആ പെൺകുട്ടിയുടെ മണിയറിയാണ്. നല്ല വിരിപ്പൊക്കെ വിരിച്ച് നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് ഫ്ലവറൊക്കെ ഇട്ട് അല്ലെങ്കിൽ മാലകളൊക്കെ കെട്ടിവെച്ച് ഭയങ്കര ഭംഗിയായിട്ടായിരിക്കും മണിയറ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം. ഇതില് ഈ പയ്യന്റെ റൂം ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ലായിരുന്നു. ഒരു പുതിയ ബെഡ് വാങ്ങിയിട്ടുണ്ട്, ബെഡ്ഷീറ്റ് അവിടെ ചുരുട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. പില്ലോ ഉണ്ട്, പില്ലോയുടെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല, ബെഡിന്റെ കവർ പോലും പൊട്ടിച്ചിട്ടില്ല, വിരിച്ചിട്ടുമില്ല. അങ്ങനെ കിടക്കുന്നു എന്നുള്ളതാണ്. ആ വീടെന്ന് പറഞ്ഞാൽ വളരെ പഴയൊരു വീടാണ്. അവരത് ഈ കല്യാണം പ്രമാണിച്ചിട്ട് ഭംഗിയാക്കി പെയിന്റ് ഒക്കെ അടിച്ച് ഭംഗിയാക്കി എടുത്ത വീടാണ്. മുകളിലൊരു ചെറിയ റൂം, അതെന്തോ ആസ്പെറ്റോസിന്റെ ഷീറ്റ് ഒക്കെ ഇട്ട റൂമാണ്. അതിന് സീലിംഗ് അടിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളത് വിഷയമാണ്. ഈ പയ്യൻ എന്ന് പറയുന്നത് ഗംഗയെ പോലെ യൂട്യൂബർ അല്ലെങ്കിൽ ഒരുപാട് കാശുള്ള വ്യക്തി അങ്ങനെയൊന്നുമല്ല. ചെറിയ യൂട്യൂബ് ചാനൽ അവർ ഈ സ്കിറ്റൊക്കെ ഒരുപാട് പേരൊക്കെ ചേർന്ന് സ്കിറ്റൊക്കെ ചെയ്യുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിലുള്ള ആളുകളൊക്കെ ആയിട്ട് ഇപ്പൊ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഗംഗയുടെ വിവാഹത്തിന് ആ ചാനലിലുള്ള ആരും പങ്കെടുത്തില്ല. അവരുമായിട്ട് നല്ല ടേമിലായിരുന്നു ഗംഗ. അവരെല്ലാവരെയും കൂടെ ഇന്റർവ്യൂ, ഈ പയ്യനടക്കം എല്ലാവരും ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ഒക്കെ ആ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളായിരുന്നു പണ്ട്. അതിൽ തന്നെ വേറൊരു പയ്യനായിട്ട് ഗംഗ വളരെ അടുപ്പുണ്ടായിരുന്നു. ആ പയ്യനൊന്നും വിവാഹത്തിനോ അല്ലെങ്കിൽ അതിനനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ എന്തൊക്കെയോ വിഷയങ്ങൾ അവരുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ സമയത്ത് ഇപ്പൊ ഈ വിവാഹം നടക്കുമ്പോൾ ഈ പയ്യന്റെ വീട് ഇങ്ങനെ വളരെ മോശമായിട്ട് ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര വിവാദമായിട്ടുള്ളത്. ഈ ഗംഗ എന്ന് പറയുന്ന വ്യക്തി വളരെ ഒരു താഴ്ന്ന സാഹചര്യത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്. സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നില്ല, വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പൊ എല്ലാവരും പറയുന്നത് ആ പയ്യന്റെ റൂമിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ളത് ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഗംഗ അത് നല്ല പ്രതീക്ഷയോടെ തന്നെയായിരിക്കാം ആ റൂം തുറന്നിട്ടുണ്ടായിരിക്കാം. അപ്പോഴായിരിക്കും അങ്ങനെ വിരിച്ചിട്ടില്ല എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഈ കമന്റ് ബോക്സിലുള്ള ആളുകൾ കരുതുന്ന പോലെ ഗംഗ കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഗംഗ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. നമ്മൾ എത്ര ചെറിയ വീടാണെങ്കിലും ആ വീട് ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. പെയിന്റ് അടിച്ചില്ലെങ്കിൽ പോലും, വൃത്തികേടാണെങ്കിൽ, ചുമര് വൃത്തികേടാണെങ്കിൽ പോലും ആ വീട് അടുക്കി പെറുക്കി വെച്ച് നല്ലതായിട്ട് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് നല്ല ഭംഗിയിൽ കിടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കിയാണ് ഇരിക്കുന്നത് വെച്ചാൽ, എത്ര ചെറിയ വീടും നല്ല മനോഹരമായിട്ടിരിക്കും. നമ്മൾ ഇച്ചാപ്പി ദ വേൾഡ് കണ്ടിട്ടുള്ളതാണ്. ആ കുട്ടിയുടെ വീട് ഒരു കുടില് എന്ന് പറയാവുന്ന ഷീറ്റ് ഇട്ട, ചുമര് പോലും വെറുതെ മരോ അല്ലെങ്കിൽ ഓലയോ ഒക്കെ ഉള്ള വളരെ ഒരു ചെറിയ വീടാണ്. പക്ഷെ ആ കുട്ടി പലപ്പോഴും ആ വീടിന്റെ ഹോം ടൂർ പണ്ട് കാണിക്കുകയായിരുന്നു. നല്ല അടുക്കും ചിട്ടിയായിട്ട് വൃത്തിയോടെ സൂക്ഷിച്ചിട്ടുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് ആ വീടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് എത്ര ചെറിയ വീടും നല്ല ഭംഗിയായിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഗംഗ താമസിച്ചിരുന്ന വാടക വീടുകൾ നമ്മൾ ഗംഗയുടെ ചാനലിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ ഗംഗയുടെ ചാനൽ നേരത്തെ കാണാത്ത ആളുകളാണെങ്കിൽ നേരത്തെ പോയി നോക്കിയാൽ, ഗംഗ ഓരോ വാടക വീടിന്റെ ഹോം ടൂറും ചെയ്തിട്ടുണ്ട്, പോയി നോക്കിയാൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. അടുക്കും ചിട്ടിയും വൃത്തി എന്ന് പറഞ്ഞ സാധനം ഗംഗയുടെ ഒരു വീട്ടിലും കണ്ടിട്ടില്ല. ഗംഗ
ഇപ്പൊ പുതിയ വീട് വെച്ച് മാറിയിട്ട് പോലും അവിടെ അങ്ങനെ ഒരു അടുക്കും ചിട്ടയും നല്ല ഗംഭീരമായിട്ട് പണിഞ്ഞ വീടാണ്, നല്ല ഇന്റീരിയലും ഒക്കെ ചെയ്തിട്ടുള്ള വീടാണ്. പക്ഷെ അവിടെ ഒരു അടുക്കും ചിട്ടയും ഗംഗയ്ക്ക് കണ്ടിട്ടില്ല. ഈ ഗംഗയുടെ വാടക വീട്ടിലുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. സാധനങ്ങളൊക്കെ മൂലയ്ക്കൊക്കെ കൂട്ടിയിട്ടുള്ള സാധനങ്ങൾ, സൗകര്യമില്ല, പ്രൊമോഷന് കിട്ടുന്ന സാധനങ്ങളാണ് എന്നൊക്കെ ഒരുപാട് തവണ ന്യായീകരണം കേട്ടിട്ടുണ്ടെങ്കിലും അതും വേണമെങ്കിൽ അടുക്കി പെറുക്കി വെക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഗംഗ അത് ചെയ്യുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ ഗംഗയ്ക്ക് ഈ വിഷ്ണുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല എന്നുള്ളത് ഗംഗയ്ക്ക് ഒരു മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ വിഷ്ണുവിന്റെ വീടിനെ കുറിച്ച് എല്ലാവരും മോശം പറയുന്നു. ഗംഗയ്ക്ക് ഇതിലും നല്ല റിലേഷൻ കിട്ടുമായിരുന്നു, ഇവൻ രണ്ടാം കെട്ടല്ലേ, കുട്ടിയുള്ള ആളല്ലേ, ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിച്ചതിൽ എന്തെങ്കിലും കാരണം കാണും എന്നൊക്കെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഉണ്ട്. പക്ഷെ വീടിനെ കുറിച്ച് പറയുന്നതിനെ കുറിച്ച് പറയാം. ആ വീട് അങ്ങനെ ഒരു മോശം വീടേ അല്ല. ആ വീട് ഒരു ചെറിയ വീടാണ്, സാധാരണക്കാരനായ ആളുകൾ താമസിക്കുന്ന വീടാണ്. പക്ഷെ അവർ ആ വിവാഹം അനുബന്ധിച്ച് ആ വീട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, നന്നായി പെയിന്റ് അടിച്ചിട്ട് നല്ല വൃത്തിയാക്കി മാറ്റിയിട്ടുണ്ട്. പിന്നെ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ ആവണം അടുക്കും ചിട്ടയും എന്നില്ല. ചില ആളുകൾക്ക് അടുക്കും ചിട്ടയെ കുറിച്ച് അറിയണ്ടായിരിക്കും, ചില ആളുകൾക്ക് ഒരു സാധനം വെച്ചെടുത്തുനിന്ന് സ്ഥാനം മാറിയിരുന്നാൽ പോലും OCD ഉള്ള ആളുകളൊക്കെ ഉണ്ട്, അതുപോലും സഹിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ചില ആളുകളെല്ലാം വലിച്ചു വാരിയിടുന്ന, അതൊന്നും വൃത്തികേടാണെന്ന് പോലും മനസ്സിലാവാത്ത ആളുകളായിരിക്കും. ഇപ്പൊ നമ്മൾ രേണുസുതിയുടെ വിഷയം വന്ന സമയത്ത് വീട് വൃത്തികേടാക്കിയിട്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര വിവാദങ്ങൾ നടന്നിരുന്നു. ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു, ചിലപ്പോൾ അവർക്ക് അറിയുന്നില്ലായിരിക്കാം, അവര് കുട്ടിക്കാലം മുതൽ വളർന്നു വന്ന സാഹചര്യത്തിൽ വൃത്തിയാക്കി വെക്കുക, അടുക്കും ചിട്ടയാക്കി വെക്കുക, അതൊന്നും അവർക്ക് അറിയുന്നില്ലായിരിക്കും. എല്ലാവരും ഒരുപോലെയല്ല വളരുന്നത്, എല്ലാവരുടെ ജീവിത സാഹചര്യം ഒരുപോലെയല്ല, എല്ലാവരും ശീലിക്കുന്ന ശീലങ്ങളും ഒരുപോലെയല്ല. പക്ഷെ ഈ വിഷ്ണു എന്ന് പറയുന്ന പയ്യന്റെ വീട് അത്ര മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇപ്പൊ ഗംഗയ്ക്ക് വളരെ വലിയ കൊട്ടാരം പോലത്തെ വീടുള്ളത് കൊണ്ടാണ് ആളുകൾക്ക് അയ്യോ ഗംഗയ്ക്ക് ഇതിലും നല്ല കിട്ടുമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഗംഗ എന്ന് പറയുന്ന വ്യക്തി സ്വന്തമായി വീട് പോലും ഇല്ലാതെ വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. ആ കുട്ടി യൂട്യൂബിലൂടെ വരുമാനം ഉണ്ടാക്കി, എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് വരുമാനം ഉണ്ടാക്കി. യൂട്യൂബ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു സാധാരണ വ്യക്തി കൂലിപ്പണിക്ക് പോയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് ചുമന്നോ മണ്ണ് ചുമന്നോ അരിച്ചാക്ക് ചുമന്നോ ഉണ്ടാക്കുന്ന ഒരു അത്രയും ബുദ്ധിമുട്ട് എന്തായാലും യൂട്യൂബ് ചെയ്ത് ഉണ്ടാക്കാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ അത്രയും കഷ്ടപ്പെട്ടാണ് യൂട്യൂബിലൂടെ കാശ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാലും നമ്മൾ അർഹിക്കുന്നതിനെക്കാട്ടിലും വരുമാനം കിട്ടുന്ന ഒരു സ്രോതസ്സാണ് ഈ യൂട്യൂബ്, അല്ലെങ്കിൽ ഈ ഓൺലൈൻ ആഡുകൾ, അല്ലെങ്കിൽ ആഡ്സൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഈ പറയുന്ന വിഷ്ണുവിന്റെ വീട് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളും ദിവസം ജോലിക്ക് പോയി കഷ്ടപ്പെട്ട്, അത്ര വലിയ ജോലിക്കാരായിട്ടൊന്നും അവരെ ആരെയും തോന്നുന്നില്ല. ഇപ്പൊ വിഷ്ണുവിന്റെ ചേച്ചി ഈ ഒരു ദിവസം അവിടെ പങ്കെടുത്ത പോലില്ല, കാരണം അവർക്ക് അന്നന്ന് പോകുന്നൊരു ജോലിയാണ്, അത് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളതിൽ അവർ പോയി. കാരണം അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബം, അവരുടെ കായിക അധ്വാനം കൊണ്ട് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീട്. ഇപ്പൊ ഈ പറയുന്ന ഗംഗയ്ക്ക് സ്വന്തമായിട്ട് വീടില്ലാതെ വാടക വീട്ട് കഴിഞ്ഞ കാലത്ത് ഈ വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കി വെച്ച വീടാണത്. എന്ന് വെച്ചാൽ അവരെ അധ്വാനിച്ച് ഉണ്ടാക്കി വെച്ച വീടിന് ഒരു വാല്യൂ ഉണ്ട്. സാധാരണ യൂട്യൂബ് വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വീടിനെക്കാട്ടിലും വാല്യൂ അതിനുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. അപ്പൊ ആ വീടിനെ നോക്കിയിട്ട് നമ്മൾ ഇത്രയും നെഗറ്റീവ് കമന്റ്, ആ വീട് വൃത്തിയില്ല, ആ വീടിന് അടുക്കും ചിട്ടയില്ല എന്നൊക്കെ പറയുന്ന എന്തർത്ഥത്തിലാണ്? ആ ആളുകൾ എന്നും ജോലിക്ക് പോയി ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഇപ്പൊ ഈ കല്യാണത്തിന്റെ 4-5 ദിവസം ഒരു ലീവ് വന്നപ്പോൾ അത് അവരുടെ വരുമാനത്തിന്, ദിവസം കിട്ടുന്ന വരുമാനത്തിനെ വരെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അവർ ദിവസ കൂലിക്കുള്ള ജോലിക്ക് പോകുന്നവരായിരിക്കും, ചിലപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഡെയിലി വരുമാനം കിട്ടുന്ന, അല്ലെങ്കിൽ തുണിക്കടയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഹോട്ടൽ തൊഴിലാളി, അങ്ങനത്തെ ആളുകൾക്ക് ഓരോ ദിവസത്തെ വരുമാനത്തിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അവർ രാവിലെ കഷ്ടപ്പെട്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തിട്ട് ഓടിപ്പാഞ്ഞ് ജോലിക്ക് പോയി വൈകുന്നേരം അന്ത്യാവോളം ജോലി എടുത്ത് തിരിച്ചു വന്നിട്ട് ആ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിരിക്കും. അവർക്ക് നമ്മൾ ഈ സീരിയലിലോ അല്ലെങ്കിൽ ഈ യൂട്യൂബ് ചാനലിലെ ഹോം മെയ്ഡ് അല്ലെങ്കിൽ ഹൗസ് വൈഫുകൾ ചെയ്യുന്ന പോലെ കൃത്യമായി അടുക്കി ഒരു ഭരണി ഇവിടെ വെച്ച് അപ്പുറത്ത് ഭരണി വെച്ച് അതിൻ്റെ അപ്പുറത്ത് ഫ്ലവർ വേസ് വെച്ച് അങ്ങനെ അടുക്കാൻ സാധിക്കുന്നില്ലായിരിക്കും, അങ്ങനെ വീട് ഭംഗിയായി കൊണ്ടുനടക്കാൻ സാധിക്കുന്നില്ലായിരിക്കും. അത് വെച്ചിട്ട് ഇതിന്റെ അടിയിൽ കിടന്നിട്ട് കമന്റ് ഇട്ടിട്ട് ആ വീടിന് വൃത്തിയില്ല, ആ വീട്ടിലെ ഷീറ്റ് വിരിച്ചില്ല എന്നുള്ളത് സത്യം തന്നെ, ആ ബെഡ്റൂമിൽ ഷീറ്റ് വിരിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെ. അവരെല്ലാവരും ഗുരുവായൂർ കല്യാണത്തിന് വേണ്ടി പോയതായിരുന്നു, തിരിച്ചു വന്നു, അവരാ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പിറ്റേ ദിവസം ഈ പെൺകുട്ടി വരുന്നുണ്ട്, സ്വീകരിക്കണം. അപ്പോൾ ഒരു പക്ഷേ അവർക്കിത് പറ്റി കാണില്ല, അല്ലെങ്കിൽ മുകളിലുള്ള റൂം എന്ന് പറഞ്ഞാൽ ആരും ഉപയോഗിക്കുന്നതായിരിക്കില്ല. ഈ പയ്യൻ ആ വിവാഹം കഴിഞ്ഞിട്ട് വരുന്നത് അപ്പോഴാണ്, അല്ലാതെ നേരത്തെ വന്നിട്ട് അവന് വിരിച്ചിടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആ ദിവസം രാത്രി ഈ
ഈ യാത്രയൊക്കെ ഗുരുവായൂർ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വന്ന ആരെങ്കിലും ആ റൂം പോയി കിടന്നുറങ്ങിയിട്ട് ആ ബെഡ്ഷീറ്റ് വാരി വലിച്ചിട്ട് ഇറങ്ങിപ്പോയതായിരിക്കാം. അത് അവരുടെ ബെഡ്റൂമാണ്, മണിയറയാണെന്ന് പോരല്ലോ അറിയാത്ത ഏതെങ്കിലും ഒരു ഗസ്റ്റ് ആയിരിക്കാം അത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ കാര്യം വെച്ചിട്ട് വിലയിരുത്തി അവരുടെ ലൈഫ് അങ്ങനെയാവും, ഈ വിവാഹം അധികകാലം പോവില്ല, അല്ലെങ്കിൽ ഗംഗ അവിടെ എങ്ങനെ താമസിക്കും, അയ്യോ ഗംഗയ്ക്ക് എന്തൊരു കഷ്ടം, ഗംഗയ്ക്ക് ഈ വിവാഹം കഴിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അവർക്ക് യോജിക്കും തോന്നിയ, ഒരുപാട് വർഷമായിട്ട് പരിചയമുള്ള, നന്നായിട്ട് പോകാൻ പറ്റുന്നുള്ള ഒരു പയ്യനെ അവർ കണ്ടുപിടിച്ചു, വിവാഹം കഴിച്ചു. അത് അവരുടെ ഇഷ്ടമാണ്. അവര് ആ വീട്ടിൽ താമസിക്കാതിരിക്കുക, അവർ സ്വന്തമായിട്ട് വെച്ച ആ വലിയ കൊട്ടാരത്തിലേക്ക് മാറി താമസിക്കുക, എന്തോ ചെയ്തോട്ടെ. എന്തിനാണ് ആളുകൾ ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് ഒരു ഹരാസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഈ ഇതിൽ കമന്റിൽ തന്നെ പറയുന്നുണ്ട് ഗംഗ എന്തായാലും ആ വീട്ടിലൊന്നും താമസിക്കുന്നുണ്ടാവില്ല, ഈ പയ്യനെ മാത്രം മതിച്ചിട്ടായിരിക്കും ഗംഗ അത് ചെയ്തത്, ഗംഗ ഈ പയ്യനെ പതുക്കെ ഗംഗയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവേ ഉള്ളൂ എന്നൊക്കെ കമന്റ് ഇട്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ. ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞിട്ട് പയ്യന്റെ വീട്ടിൽ തന്നെ പോയിട്ട് ഭാര്യ ജീവിക്കണം എന്ന് നിയമമല്ലല്ലോ. ഈ ഗംഗ വിവാഹം കഴിച്ചിട്ട് പയ്യനെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ജീവിക്കട്ടെ. വിവാഹം കഴിച്ച് കൊണ്ടുപോയത് ഗംഗയാവട്ടെ, അതിനെന്താ പ്രശ്നം? ഇവിടെ മാറ്റങ്ങൾ വേണ്ടേ? തീർച്ചയായിട്ടും മാറ്റങ്ങൾ വേണം. അപ്പൊ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ടില്ല, തലണ അങ്ങോട്ട് ചെരിച്ചു വെച്ചില്ല, അയ്യോ അത് ബെഡ്റൂം അല്ലേ, അങ്ങനെയാണ് ഒരു ബെഡ്റൂം ഇടണ്ടേ എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നേ പറയാനുള്ളൂ. വെറുതെ കിടന്ന് കമന്റ് ഇട്ട് എന്തെങ്കിലും പറയുന്നു, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി.